എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിനടുത്തായി നിൽക്കുന്ന കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ബോക്സി ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018-ലെയും 2019-ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയ കൂടിയാണ്. നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററും സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ടാറിംഗ് റോഡിൽ നിന്നും ഡയറക്റ്റ് ഈ ഒരു വീട്ടിലേക്കാണ് എൻട്രി വരുന്നത്. 4 മീറ്ററോളം വീതി വരുന്ന റോഡുകൾ കാണാം. റോഡിൻ്റെ പണിയും ചെറിയ പെയിൻറ്റിംഗ് വർക്കുകൾ മാത്രമേ ഇനി ഈ വീടിനായി പെൻഡിങ് ആയിട്ടുള്ളൂ. മനോഹരമായ ചുറ്റുമതിൽ കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ളൊരു ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് കയറി വരുന്നത് വിശാലമായൊരു മുറ്റത്തേക്കാണ്. 3 വണ്ടി ഈസി ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. ഇവിടെയെല്ലാം ചെറിയ രീതിയിലുള്ള ഗാർഡൻ നടാവുന്ന സ്പേസ് എല്ലാം കൊടുത്തു തന്നെയാണ് നിർമ്മാണം. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായി ഒരു അലക്ക് കല്ലെല്ലാം കാണാം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. ബാക്ക് സൈഡിലും അത്യാവശ്യം മുറ്റം ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് തിരിച്ചു വരാം. വടക്ക് ഭാഗത്തേക്കാണ് ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കുമായാണ്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും തേക്കും മഹാഗണിയുമാണ്. ഫ്രണ്ട് ഡോർ നിർമ്മിച്ചിട്ടുള്ളത് തേക്കിലാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോർ തുറന്ന് വീടിന് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വിശാലമായ ഒരു ലിവിംഗ് ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമായാണ് ലിവിംഗ് ഹോളിൻ്റെ നിർമ്മാണം. 2 ഭിത്തിയിലും 3 പാളിയുടെ ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി 5 അടി വലിപ്പത്തിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളും നമുക്ക് കാണാൻ കഴിയും. ഈ നേരെ കാണുന്ന ഈ ഭിത്തിയിൽ മനോഹരമായ ഒരു മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഇവിടെയായി നമുക്ക് 8 സീറ്റിൻ്റെയോ അല്ലെങ്കിൽ 10 സീറ്റിൻ്റെയോ ടേബിൾ ഇടാവുന്നൊരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകൾ ഇവിടെയും കാണാം. ഭംഗി കൂട്ടാവുന്ന രീതിയിലുള്ള വർക്കുകളെല്ലാം ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 ഫേസ് കണക്ഷനാണ് ഇലക്ട്രിസിറ്റിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ലെഗ്രാൻഡിൻ്റെ സ്വിച്ചുകളും V-ഗാർഡിൻ്റെ വയറുകളും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കാണാം. ഡയറക്റ്റ് ഡൈനിങ് ടേബിളിലേക്ക് ഫുഡ് സെർവ് ചെയ്യാവുന്ന സ്പേസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയായി ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനും ഈ ഒരു മൂലയിലായി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കബോർഡ് വർക്കുകളെല്ലാം. പുറത്തായി നല്ലൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസ് കാണാം. അത് കോൺക്രീറ്റ് ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളൊരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ബാത്റൂം ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനും സെറ ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഈ വീടിൻ്റെ വാഷ് കൗണ്ടർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായി നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിംഗ് വരുന്ന ടൈലുകളും നമുക്ക് കാണാൻ കഴിയും. ഇനി സ്റ്റെപ്പ് കയറി മുകളിലെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായൊരു ഹോളാണ് മുകളിലെ നിലയിൽ നമുക്ക് ലഭ്യമാവുന്നത്. ചെറിയൊരു സ്റ്റഡി യൂണിറ്റ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ പൊസിഷനിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 3 ബെഡ്റൂമിനും നല്ല ബാത്റൂമുകൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇവിടെയും നല്ല രീതിയിലുള്ള വിൻഡോ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കും കബോർഡ് വർക്കും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നീങ്ങിയാൽ കബോർഡ് വർക്ക് നമുക്ക് കാണാൻ കഴിയും. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം കാണാം.
ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കാക്കനാടിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 4 സെൻറ്റിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 77 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.